ഹായ് ഹോൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ക്യാരറ്റ് വെച്ചിട്ടൊരു സ്വീറ്റ് ഡിഷ് തയ്യാറാക്കാം. അതിനായിട്ട് 3 ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് അര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കാം. ക്യാരറ്റ് നന്നായിട്ട് അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് നമ്മൾ ഈ അടിച്ച് വെച്ച ക്യാരറ്റ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ക്യാരറ്റിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കുക. അതുവരെ ഒന്ന് നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഷുഗർ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പിഞ്ച് ഉപ്പ് ആഡ് ചെയ്യണുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അര ഗ്ലാസ് പാലൊഴിച്ച് കൊടുക്കുക. പാലൊഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം വേണം നമുക്ക് റവ ആഡ് ചെയ്യാൻ. ഇത് ഒരു അര കപ്പ് റവ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം, ഈ ക്യാരറ്റ് റവയും കൂടിയിട്ട്. എന്നിട്ട് നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇത് ചൂടാറിയതിൻ്റെ ശേഷം നമുക്കിതിൽ നിന്ന് ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുക്കണം. അതിന് കയ്യിൽ കുറച്ച് എണ്ണ തൂവിയിട്ട് വേണം ഇത് ബോൾസ് ആക്കി എടുക്കാൻ. അങ്ങനെ ഇത് ചെറിയ ബോൾസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ആവി കയറ്റിയിട്ട് വേവിച്ചെടുക്കണം. അതിനായിട്ട് ഇഡ്ഡലി ചെമ്പ് എടുക്കുക. അതിൻ്റെ അടിയത്തെ തട്ടിൽ എണ്ണ തേച്ച് കൊടുക്കുക. എന്നിട്ട് ഇത് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എണ്ണ തേക്കുന്നത്. എന്നിട്ട് അതിൽ നമുക്ക് ഈ ബോൾസൊക്കെ വെച്ച് കൊടുത്തിട്ട് ആ ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ട് ആവി കയറ്റിയിട്ട് ഇത് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മളെ ക്യാരറ്റ് ബോളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കുക. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് 1/2 ലിറ്റർ പാൽ ഒഴിച്ച് കൊടുക്കുക. പാൽ തിളച്ച് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. 1/2 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ സ്വീറ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. വേവിച്ച് വെച്ച ക്യാരറ്റ് ബോൾസ് ഇനി പാലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് 2 ടീസ്പൂൺ അരിപ്പൊടി പാലിൽ ചേർത്തിട്ട് ഇതൊന്ന് കുറുകി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ നമ്മളെ ക്യാരറ്റ് ബോൾ സ്വീറ്റ് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നമുക്കിനി ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുകയാണ് നല്ലത്. ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ്. വീഡിയോ എല്ലാവരും കാണുക. കണ്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.